നമ്മൾ ചിലപ്പോൾ ഒന്നിച്ചിട്ട് കുക്കിംഗ് ചെയ്യാറുണ്ട്. നമ്മൾ മോർണിംഗ് തന്നെ നമ്മൾ ആഫ്റ്റർനൂണും നൈറ്റും ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കും. സോ എപ്പോഴും നമ്മൾ അത് ഫുഡ് ഇങ്ങനെ റീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് ശരിയല്ല. ഞാൻ ഒരു ചെറിയ ടിപ്പ് ഇവിടെ ഷെയർ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഫുഡ് ഫ്രഷ് ആയിട്ടും വെക്കാം, പ്ലസ് നമ്മൾ മോർണിംഗ് തന്നെ നമ്മൾ ഒന്നിച്ചിട്ട് ഉണ്ടാക്കി വെക്കാം. സോ ഞാൻ ഇവിടെ ഈ കൂട്ടാനും പിന്നെ ഈ കോളിഫ്ലവർ സബ്ജിയും ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു. ഉച്ചയ്ക്കും ഞാൻ അതിനെ കഴിക്കാം, പിന്നെ നൈറ്റിനും ഞാൻ അതിനെ എടുക്കുക ചപ്പാത്തിന്. സോ അപ്പൊ ഞാൻ മോർണിംഗ് തന്നെ ഉണ്ടാക്കിയ ഉടനെ ഞാൻ രണ്ടും സെപ്പറേറ്റ് മാറ്റി വെച്ചു. വേറെ ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അവസാനത്തെ ചപ്പാത്തി ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട്, ഇത് അയോൺ ചപ്പാത്തി തവയാണ്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് ഒരു 10-15 മിനിറ്റ്സ് അത് ചൂടുണ്ടാവും. സോ അപ്പൊ അതിന്റെ മേലെ നമ്മൾ ഈ പാത്രം വെച്ചാൽ ഫുഡ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് റീഹീറ്റിംഗ് പ്രോസസ്സ് ആവശ്യമില്ല. വെറുതെ നമ്മൾ റീഹീറ്റ് ചെയ്യുമ്പോൾ ഫുഡും അത്ര ടേസ്റ്റും ഉണ്ടാവില്ല, പിന്നെ അത് നല്ലതും അല്ല. സോ അങ്ങനെ നമുക്ക് ഫുഡ് വാം ആയിട്ടുണ്ടാവും, ഫ്രഷ് ആയിട്ടുണ്ടാവും. പിന്നെ പിറ്റേ ദിവസം ഞാൻ അവിയൽ ഉണ്ടാക്കി. ഉച്ചയ്ക്ക് റൈസിനും അതിനെ പിന്നെ നൈറ്റ് ചപ്പാത്തിനും അതേ ഉണ്ടാക്കിയ ഉടനെ ഞാൻ 2 ബോക്സിലാക്കി വെച്ചു, ആഫ്റ്റർനൂണിനുള്ളതും പിന്നെ നൈറ്റിനുള്ളതും. സോ ഞാൻ നൈറ്റ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയ ശേഷം ഞാൻ അത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇത് അതിന്റെ മേലെ വെക്കും. സോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ അത് ഓഫ് ചെയ്തിട്ട് അതിന്റെ മേലെ വെച്ച ഫുഡ് നല്ല വാം ആയിട്ട് ഉണ്ടാവും. പിന്നെ നമുക്കത് ഹീറ്റിംഗ് പ്രോസസ്സ്, ഗ്യാസും സേവ് ചെയ്യാം, മൈക്രോവേവിനെങ്കിൽ ഇലക്ട്രിസിറ്റിയും സേവ് ചെയ്യാം. സോ അടുത്ത പ്രാവശ്യം ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചെറിയ ടിപ്പ് ഫോളോ ചെയ്യൂ. നമുക്ക് വെറുതെ ഫുഡ് റീഹീറ്റിംഗ് അത്ര നന്നല്ല, കുറെ ആർട്ടിക്കിൾസിൽ നമ്മൾ റീഡ് ചെയ്യാതുണ്ട്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡും ഫ്രഷ് ആയിട്ടുണ്ടാവും, പ്ലസ് നമുക്ക് റീഹീറ്റിംഗ് പ്രോസസ്സും ആവശ്യമില്ല. സോ ഈ ഒരു ചെറിയ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.